ഡോക്ടർ എൻ.ആർ. മധു, സംഘത്തിൽ ഇവിടെ വരൂ ഈ കാറ്റൊന്ന് നിൽക്കൂ, ഇവിടെ ഭാരതം ഉണരും. എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ് മുതൽ സംഘത്തിൻ്റെ ശാഖയിൽ പോയി തുടങ്ങിയ ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ പരതുകയായിരുന്നു, എവിടെയെങ്കിലും RSSനെ പറ്റി എവിടെയെങ്കിലും ഒരു വർഗീയമായിട്ട് എന്തെങ്കിലും ഒരു വരി ഉണ്ടോ എന്ന്. എൻ്റെ ഒരു എളിയ പഠനത്തിലൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങക്കത് കാണാൻ സാധിച്ചിരുന്നോ ശ്രീ ഡോക്ടർ എൻ.ആർ. മധു? അല്ല, ഈ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന സമയത്ത് അതിൽ യാത്ര ചെയ്ത കുട്ടികൾ വളരെ സ്വാഭാവികമായി പാടിയ ഒരു ദേശഭക്തി ഗാനം, കേരളത്തിൽ ദേശഭക്തി ഗാനം നിരോധിച്ച വിവരം നമ്മളാരും അറിഞ്ഞില്ല. കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ എന്ന് കുട്ടികൾ പാടിയിരുന്നെങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ ആഘോഷിച്ചേനെ. അത് കുട്ടികളുടെ പ്രബുദ്ധതയായിട്ട് അളന്നേനെ. പാവപ്പെട്ട കുട്ടികൾക്ക് ആ പാട്ട് അറിയില്ല, കാരണം അവർ പഠിക്കുന്നത് വിദ്യാനികേതൻ്റെ സ്കൂളിലാണ്. അത് ദേശീയത പഠിപ്പിക്കുന്ന സ്കൂളാണ്, ദേശഭക്തി ഗാനങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളാണ്. ഈ സംഘത്തിൻ്റെ ശാഖയിൽ പാടുന്ന ഗീതങ്ങളിലൊന്നും ഞാനും ഇന്നുവരെ വർഗീയതയൊന്നും കേട്ടിട്ടില്ല. അതിൽ മുസ്ലിങ്ങളെ കൊല്ലണമെന്നോ ക്രിസ്ത്യാനികളെ ഓടിക്കണമെന്നോ യഹൂദരെ പറപ്പിക്കണമെന്നോ ഒന്നും അതിനകത്തില്ല. അത് കറകളഞ്ഞ ദേശഭക്തിയുടെ ഗീതമാണ്, അത് വർഗീയമാണ്, അത് ഇവിടെ പാടാൻ പാടില്ല, അത് RSSകാർ പാടുന്നതായതുകൊണ്ട് കുട്ടികൾ തീരെ പാടാൻ പാടില്ല. ആ പാട്ടുപാടിയ സ്കൂളിനെ കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി വിവരക്കേടിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അദ്ദേഹം വാ തുറന്നാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം അത് കേരളത്തിൽ വളരെ അപകടകരമായൊരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നാളെ ഇനി ഇവർ വന്ദേ മാതരം പാടാൻ പാടില്ല എന്ന് പറയും. അതുപോലെ നാരായണ ഗുരുദേവൻ്റെ ദൈവദശകം പാടാൻ പാടില്ല, കാരണം RSSകാർ ഇത് പാടുന്നുണ്ട്. ഞാൻ ദൈവദശകം പഠിച്ചത് RSSൻ്റെ ശാഖയിൽ നിന്നാണ്. അതേപോലെ ONVയുടെ പാട്ട് പാടാൻ പാടില്ല, കാരണം ONVയുടെ കവിതകൾ ഇപ്പം ഭാരതഹൃദയ വിപഞ്ചിയിൽ ഉണരും രാഗമാലിക നാം ONV സാർ എഴുതിയാണ്. അപ്പം അത് ഗണഗീതമായിട്ട് സംഘത്തിൻ്റെ ശാഖയെ പാടുന്നുണ്ട്. ഇപ്പം ഇന്നലെ വന്ദേ ഭാരതിൽ അവർ ഇത് പാടാമല്ലോ, ഒന്ന് വന്ദേ മാതരത്തിൻ്റെ 150-ാം വർഷം കുട്ടികൾ ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാം എന്ന് പാടിയിരുന്നാലോ വലിയ അപകടമായനെ. ONV എഴുതിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ONV കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എഴുതിയാണെങ്കിൽ അത് കുഴപ്പമില്ല, അത് പാടിയാൽ കുഴപ്പമില്ല. ഇത് ONV സാറിൻ്റെ അനുമതിയോടുകൂടി തന്നെ ഇത് സംഘത്തിൻ്റെ ശാഖയിൽ പാടുന്ന ഗീതങ്ങളാണ്. ഇനി അതൊക്കെ പോട്ടെ, അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പാടുന്ന ഒരു 10 ഗണഗീതമല്ല ദേശഭക്തി ഗാനങ്ങൾ അവരൊന്ന് പറയട്ടെ, അത് നമുക്ക് പാടാം ഇനി. അതുപോലെ കോൺഗ്രസ് സതീശൻ വളരെ ഗംഭീരമായിട്ട് പൊട്ടിത്തെറിക്കുന്നത് കേട്ടു. സതീശൻ കോൺഗ്രസ്സുകാരിപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു 10 ദേശഭക്തി ഗാനങ്ങൾ ഒന്ന് പാടട്ടെ. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് സാധാരണക്കാർക്കറിയാം. ഇത് ഇവിടുത്തെ സംഘടിത വർഗീയ മതമൗലികവാദ ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പൊറാട്ട് നാടകമാണ്. ആ പൊറാട്ട് നാടകം നമ്മുടെ കേരളത്തെ കൊണ്ട് എത്തിക്കുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ്. ഇവർ പണ്ട് വന്ദേ മാതരം പാടിയ സമയത്ത് കോൺഗ്രസ്സുകാർ വന്ദേ മാതരം പാടാൻ പാടില്ല, കാരണം അത് മുസ്ലിം ലീഗുകാർക്ക് ഹറാമാണ്. വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അമ്മയെ വന്ദിക്കൂ എന്ന് പറയുന്ന ഭാഗമുണ്ട്, ദുർഗാം ദശപ്രഹരണധാരിണി എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതൊക്കെ മതേതരത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ദേ മാതരം മുറിച്ചു മാറ്റിയവരാണ് ഇവർ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, വന്ദേ മാതര ഗാനത്തെ പോലും മുറിച്ചവരാണ് ഇവർ. അപ്പം RSSൻ്റെ ശാഖയിൽ പാടുന്നത് എന്താണെന്ന് ഇപ്പോൾ നാട്ടുകാരെല്ലാം അറിഞ്ഞു. അത് ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പ്രബുദ്ധരാക്കുന്ന, ദേശഭക്തരാക്കുന്ന, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എന്ന പാട്ടിന് അവാർഡ് കൊടുത്തവരല്ലേ ഇവർ. കുതന്ത്രതന്ത്രമൊന്നും അറിയില്ല എന്ന് പാടുന്നവൻ അവാർഡ് കൊടുത്തവരല്ലേ. അപ്പോൾ കുട്ടികൾ കഞ്ചാവ് അടിച്ചും കള്ളടിച്ചും ഒക്കെ നടക്കണമെന്നാണ് ഇവർ പറയുന്നത്. അത്തരം കഞ്ചാവിലും കള്ളിലുമൊക്കെ മതോന്മത്തരായി ബോധം നശിച്ചവരെയാണ് ഭാവിയിൽ പാർട്ടിക്ക് ആവശ്യം. അതിനു പകരം ഭാരതമാതാ ജയകാരം എന്ന് പാടിയാൽ കുഴപ്പമായി, വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ കുഴപ്പമായി. അപ്പം കേരളം എങ്ങോട്ട് പോകുന്നു എന്ന ഒരു വലിയ വളരെ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. എന്റെ രാഷ്ട്രം അമരമാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണോ എന്നുള്ള ഒരു തിരിച്ചു ചോദ്യം ചോദിക്കേണ്ടി വരും. അമരമാകണം എൻ്റെ രാഷ്ട്രം എന്ന് അല്ലല്ല, എൻ്റെ രാഷ്ട്രം മുടിഞ്ഞു പോകണമെന്ന് പാടിയാൽ സന്തോഷമായി. ഇവർ ചൈനയ്ക്ക് ജയ് വിളിച്ചവരല്ലേ, റഷ്യക്ക് ജയ് വിളിച്ചവരല്ലേ. അല്ലെങ്കിൽ സിറിയയുടെ കൊടിയും ഇപ്പം നമ്മൾ ഹമാസിൻ്റെ കൊടി, ദേശീയ പതാകയെക്കാളും ഉയരത്തിൽ ഹമാസിൻ്റെ കൊടിയും പാലസ്തീൻ്റെ കൊടിയുമായിട്ട് പ്രകടനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരനും അതുപോലെ മതമൗലികവാദിയും നിറഞ്ഞാടുന്ന കേരളത്തിൻ്റെ തെരുവിൽ
പൊതുസ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ഇതൊന്നും പാടില്ലെങ്കിൽ പുഷ്പനെ അറിയാമോ എന്ന് പാടിയത് അമ്പലപ്പറമ്പിലാണ്. ഏത് പരിപാവനമായ അമ്പലപ്പറമ്പിൽ പുഷ്പനെ അറിയാമോ എന്ന് പാടാം, പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ പാടാൻ പാടില്ല. നമ്മളിപ്പോൾ ട്രെയിൻ യാത്ര ചെയ്യുന്നവർ എത്രയോ ചെറുപ്പക്കാർ ഈ ദീർഘയാത്രയിൽ സിനിമാ പാട്ടുകൾ പാടുന്നു. അത് അവരുടെ മനസ്സിന് ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു പാട്ട് പാടാറുണ്ട്. നമ്മൾ യാത്രക്കാരും ചിലപ്പോൾ അവരോടൊപ്പം കൂടാറുണ്ട്. ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികൾ വന്ദേ മാതരത്തിൻ്റെ 150-ാം വർഷം, ട്രെയിനിൻ്റെ പേര് വന്ദേ ഭാരതം, ഒരു ദേശഭക്തി ഗാനമാണ് പാടിയത്. അത് RSSകാർ ശാഖയെ പാടുന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് ഹറാമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. ഇത് താലിബാൻ വൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന കാലത്തേക്ക് അവർ കടന്നു പോവുകയാണ്. അപ്പോൾ അവരോട് മത്സരിക്കുന്നത് ആരാ? സതീശനാണ്, കോൺഗ്രസിൻ്റെ സതീശനാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സതീശനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്ന എവിടെയാണ്? ഞങ്ങൾ ദേശവിരുദ്ധരാണ്, ഞങ്ങൾ മുസ്ലിം മതമൗലികവാദി, ദേശീയ മുസ്ലിമിനെ ഞാൻ ഒരിക്കലും പറയില്ല, ദേശീയവാദികളായ മുസ്ലിങ്ങൾ അവർ വന്ദേമാതരം പാടുന്നവരാണ്, ദേശീയഗാനം പാടുന്നവരാണ്, ഇത്തരം പൊറാട്ടുകളൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നവരാണ്. ഇതൊരു പിടി മതമൗലികവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പൊറാട്ട് നാടകമാണ്. ഇത് കേരളത്തെ എവിടെ കൊണ്ടേ എത്തിക്കുക? ഇപ്പം ഈ പാട്ടിൻ്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ ഇവിടെ തുടക്കത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചു, ആ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? ആ പാട്ടിൽ ഒരു വരിയിൽ, ഒരക്ഷരത്തിൽ ഒരു ഇതര മത വിദ്വേഷമോ പരമത വിദ്വേഷമോ ഏതെങ്കിലും ഒരു ജാതി വിദ്വേഷമോ ഒരു ഭാഷാ വിദ്വേഷമോ എന്തെങ്കിലും പറയുന്ന ഒരു വരി ഉണ്ടെങ്കിൽ നാരായണ ഗുരുവിനെയും ചട്ടമ്പിസ്വാമി അല്ല വിവേകാനന്ദനെയും ഒന്നും വന്ദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇതെന്താ താലിബാനോ? ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് താലിബാനിസ്റ്റ് കേരളമാണോ? നമുക്കറിയാം ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന താലിബാനിസ്റ്റ് ശക്തികളാണെന്ന് നമുക്കറിയാം. ആ താലിബാനിസത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പൊറാട്ട് നാടകമാണ്. ഇതൊന്നും അധികം കാലം ഉണ്ടാവില്ല.